ഒരു ക്ലീഷേ ഹീറോയിൻ ആവാൻ താല്പര്യമില്ല, അവൾക്ക് എല്ലാത്തരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. വെരി ഹാർഡ് വർക്കിംഗ്. ഞാൻ താടി വയ്ക്കുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ട്. തത്സമയം ഒരു പെൺകുട്ടിയിലാണ് എനിക്ക് ലാസ്റ്റ് ഒരു പിന്നെ പാതിരമണിലുണ്ടായിരുന്നു. ഐ തിങ്ക് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമ സെലക്ട് ചെയ്തത്. എൻ്റെ ഒരു ഡ്രീം പ്രൊജക്ട് സംബന്ധം ലൈക്ക് ഒരു സൂപ്പർമാൻ. ലാലേട്ടിനെ കുറിച്ച് കുറേ പറയാനുണ്ട്, നമുക്കത് സെപ്പറേറ്റ് ഒരു ഇൻ്റർവ്യൂ തന്നെ കൊടുക്കേണ്ടി വരും. എന്നോ അത് എനിക്കോ ഇനി എൻ്റെ ടീമിനും ആർക്കും അങ്ങനെ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്ന് ഞാൻ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ ആൾക്കാർ എപ്പോഴും ചോദിക്കും. സനുഷ ഈ സിനിമയിൽ എൻ്റെ ഒരു നായികയാണ്. മേ ബി അതിൻ്റെ പേരിൽ വന്നൊരു ഒരു ടോക്ക് ആയിരിക്കണം. ഒരു മുറി വന്ന് പാർത്തയ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഐ തിങ്ക് ഒരു ഫൺ റൊമാൻറ്റിക് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ രണ്ട് സോങ് ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, അരികിൽ പതിയെ ആൻഡ് മൊഴിത്തിങ്കൾ. ഈ പാട്ടിൽ കാണുന്ന അതേ ഫീൽ, ഒരു നാട്ടിൻപുറം സിനിമ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രകാശ് എന്നാണ്. പ്രകാശിനൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ചെറിയൊരു ഗ്രാമത്തിൽ, മല്ലാപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ. പിന്നെ പ്രകാശിനും പ്രകാശിൻ്റെ സുഹൃത്തുക്കളും പ്രകാശിൻ്റെ ലൈഫിൽ വരുന്ന രണ്ട് പെൺകുട്ടികൾ പാർവതിയും അശ്വതിയും തമ്മിലുള്ള നടക്കുന്ന ഒരു രസകരമായ ഒരു ചെറിയ കൊച്ചുപടം. ഐ തിങ്ക് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമ സെലക്ട് ചെയ്തതാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. വിനു തോമസ് ആണ് പടത്തിന് മ്യൂസിക് ചെയ്തേക്കുന്നത്. സാജൻ കെ മാത്യു പടത്തിൻ്റെ ഡയറക്ടറാണ്. ഫസ്റ്റ് മൂവിയാണ് സാജൻ്റെ. അഭിലാഷ് ആണ് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തത്. പിന്നെ സിയാദ് കോക്കർ സാർ കോക്കർ ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ റിലീസാവുന്നു. വളരെ എക്സൈറ്റഡ് ആണ്. കുറേ നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അജു, സുധീകോപ്പ, പ്രശാന്ത്, സുരാജ് ഏട്ടൻ, ബിജുകുട്ടൻ, ടിനി ടോമേട്ടൻ, ബിന്ദു ചേച്ചി, നാരായണൻകുട്ടി ചേട്ടൻ, കൊച്ചുപ്രവൻ ചേട്ടൻ, ബാലാജി, അങ്ങനെ എനിക്കൊന്നൊരു 10-20 വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. 4 വർഷം തുടർച്ചയായിട്ട് തോറ്റല്ലേ, 5-ാം തവണ കൂടി തോക്കണോ? താടി വെച്ചിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നും കുറേ ആയി അങ്ങനെ ഒരു ഗെറ്റപ്പിൽ വന്നിട്ട്. ഞാൻ ഗെറ്റപ്പ് ബേസ് ഇപ്പോൾ ഈ സിനിമയുടെ തുടക്കം പറയുകയാണെങ്കിൽ പ്രകാശിനൊരു 29 വയസ്സുള്ള ചെക്കനാണ്. പ്രകാശിന് ജാതകദോഷമുള്ളതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല എന്നൊക്കെയാണ് സിനിമയുടെ ചെറിയൊരു ക്യൂട്ടായ എലിമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഞാൻ സാജനോട് പറയും, സാജ ഞാൻ താടി വയ്ക്കുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് യങ് ലവർ സംഭവമല്ലേ, അപ്പോൾ കുറച്ച് യങ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിട്ട് താടി വേണ്ട സാജ, ഞാൻ കുറച്ചിങ്ങനെ ക്ലീൻ ഷേവോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇത്തിരി വെച്ചു. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് മുന്നേ വരെ എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഷേവ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, അല്ല ഉണ്ണി താടി നല്ല ചേരുന്നുണ്ട്, താടി വെച്ച് അഭിനയിക്കാം. ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഗെറ്റപ്പിന്, അല്ലെങ്കിൽ ഈ പ്രകാശന് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകാശന് സാധാരണ ഒരു പയ്യൻ. അവരുടെ കോസ്റ്റ്യൂം സ്പെസിഫിക് ആയിരുന്നു. ബിക്കോസ് നമ്മൾ 2002-2001 കാലഘട്ടമാണ് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് സ്മാർട്ട് ഫോൺസ് ഒന്നും നമ്മുടെ ലൈഫിലേക്ക് എത്തിയില്ല. ആ ഒരു കാലഘട്ടം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അത്തരം ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ഷർട്ടും പാൻറ്റിൻ്റെ ഡിസൈൻ മാത്രമേ പ്രകാശിൻ്റെ ക്യാരക്ടറിന് ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, അത് സിനിമ കണ്ടിട്ട് മാത്രം തീരുമാനിക്കും നിങ്ങൾക്ക് അത് ഹൊററാണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഒരു മുറി വന്ന് പാർത്ത ഇസ് ലൈക്ക് ഒരു തവണ കൂടി വന്ന് കാണാൻ പറ്റുമോ, അതിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ ഒരു ലവ് സ്റ്റോറിയാണ്. അതുകൊണ്ട് ഈ ഒരു ടൈറ്റിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി എനിക്ക്. ആദ്യം നമ്മൾ വെച്ച ടൈറ്റിൽ പ്രകാശവർഷം എന്നൊക്കെ ആയിരുന്നു. എന്നും അത് എനിക്കും എൻ്റെ ടീമിനും ആർക്കും അങ്ങനെ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു മുറി വന്ന് പാർത്ത എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് ഭയങ്കര യോജിക്കുന്ന ഒരു ടൈറ്റിലും കൂടിയാണ്. എൻ്റെ പൊന്നു സുശീലൻ, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക്. നിന്നെ സഹായിക്കാൻ ഞാൻ അതോ മായ. ഈ സിനിമയിൽ പാർവതിയുടെ ക്യാരക്ടറിന് ചില സ്പെസിഫിക് ആയ ലുക്സ് വൈസ് ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അത് പ്രയാഗയുടെ സ്റ്റിൽസും ഫോട്ടോഗ്രാഫ്സൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ മലയാളിയാണ്, അപ്പോൾ അതുകൊണ്ട് ഡയലോഗ്സൊക്കെ ആയപ്പോഴും അത് കംഫർട്ടബിളായിട്ട് റെൻഡർ ചെയ്യാനും. ആൻഡ് ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ പ്രയാഗയുടെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഷീ വോണ്ട്സ് ടു ഡു വെൽ.
ഒരു ക്ലീഷേ ഹീറോയിൻ ആവാൻ താല്പര്യമില്ല, അവൾക്ക് എല്ലാത്തരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്, വെരി ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അതൊക്കെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. സനൂഷ ഐ തിങ്ക് ഷീസ് ദി മോസ്റ്റ് സീനിയർ, ബിക്കോസ് ചെറുപ്പം തൊട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ സനൂഷയുടെ ഒരു വേഷം വളരെ കാം ആൻഡ് ക്വൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ളൊരു പെൺകുച്ചിയുടെ ക്യാരക്ടറാണ് അശ്വതിയുടെ. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മുഴുതിങ്കൾ വാനിൽ തങ്കച്ചിരി തൂകുന്നൊരു ചേലാണേ, മഴവില്ലിൻ തൂവലടർന്നൊരു മയിലായി മാറിയ പോലാണേ, അതുപോലും പൂവാണേ. ഇപ്പോൾ സാജൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് പോർഷൻ ഇസ് ദാറ്റ് എനിക്ക് സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. അഭിലാഷിൻ്റെ റൈറ്റിംഗ് ഭയങ്കര ഫണ്ണിയാണ്, വളരെ ലോജിക് ബേസ്ഡ് ആണ്. പിന്നെ വളരെ ഏർത്തി ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ് അഭിലാഷിൻ്റെ. അങ്ങനെ ഇത് കണ്ടപ്പോൾ പിന്നെ മൊത്തത്തിൽ ക്രൂ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അവർക്ക് ജോലി നന്നായിട്ട് അറിയാം. മീൻസ് പിന്നെ എൻ്റെയും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവും ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ നല്ലൊരു ടീമായിരുന്നു ഒരു മുറയുടെ. എനിക്ക് പേഴ്സണലി തന്നെ കുറേ ആയി നല്ലൊരു എന്താ പറയുക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലവ് സോങ് കിട്ടിയിട്ട്. എനിക്ക് തോന്നുന്നു തത്സമയം ഒരു പെൺകുട്ടിയിലാണ് എനിക്ക് ലാസ്റ്റ് ഒരു, പിന്നെ പാതിരമണിലുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. അപ്പോൾ വിനു അരികിൽ പതിയെ എന്നൊരു പാട്ട് കമ്പോസ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐ വാസ് ഡെഡ് ഷോ ദാറ്റ് ഈ സോങ് നല്ലൊരു ഹിറ്റായിരിക്കുന്നു. അതേപോലെ സോങ് റിലീസ് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു ഈക്വലി സോങ്ങിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുട്ടേജ് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ധനേഷിൻ്റെ അടിപൊളി ക്യാമറ വർക്ക്, സാജൻ്റെ നല്ലൊരു ഡയറക്ഷൻ, ഓവറോൾ പ്രയാഗ എൻ്റെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടെന്ന് കുറേ പേര് പറയുന്നു. മൊത്തത്തിൽ വളരെ പോസിറ്റീവായ റിവ്യൂസാണ് കിട്ടിയേക്കുന്നത്. പുതുമഴേ മെയ് പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം, മനമറിയാതെ തിരയുകയോ. ഞാൻ പറഞ്ഞില്ലേ, ഇമീഡിയറ്റ് റിപ്പിറ്റേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ ആൾക്കാർ എപ്പോഴും ചോദിക്കും. മേ ബി ഞാൻ കുറച്ച് ഫിറ്റ്നസ്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് മസിലും പിന്നെ ആക്ഷനും അത് ഭയങ്കര ഇൻ്റർ കണക്ട് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ബട്ട് എനിക്ക് ഇന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ നോക്കാറില്ല. എൻ്റെ അടുത്ത് വരുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് എന്താണെന്ന് ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇത്തരം സിനിമകൾ ചെയ്താൽ നന്നായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മോർ റാദർ ദാൻ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ്. സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഹിറ്റ് ആവട്ടെ എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ആദ്യത്തെ ടോപ്പ് പ്രിഫറൻസ് ഒരു നല്ല സിനിമ, അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നന്നായിരിക്കണം എന്നാണ് എൻ്റെ ആദ്യത്തെ ടോപ്പ് പ്രയോറിറ്റി വൈസ് ഞാൻ നോക്കുന്നത്. എൻ്റെ ഒരു ഡ്രീം പ്രൊജക്ട് സംഭവം ലൈക്ക് ഒരു സൂപ്പർമാൻ, സ്പൈഡർമാൻ, സംഭവം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനത്തെ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷേ അതിന് മുന്നേ കുറേ ഒരു നല്ല പോലീസ് സ്റ്റോറി ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ത്രില്ലർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലവ് സ്റ്റോറി ചെയ്യാൻ ആഗ്രഹം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്നത് ചെയ്യണമെന്നല്ല. ബട്ട് വൺ സിംഗിൾ റോൾ ഒരു സൂപ്പർ ഹീറോ മൂവി തീർച്ചയായിട്ടും ആസ് എൻ ആക്ടർ നിലനിൽക്കുന്നവരെ ചെയ്യാൻ ആഗ്രഹം. അതെ, എനിക്ക് പ്രകാശിനെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടനെ കുറിച്ച് കുറേ പറയാനുണ്ട്. നമുക്കത് സെപ്പറേറ്റ് ഒരു ഇൻ്റർവ്യൂ തന്നെ കൊടുക്കേണ്ടി വരും. വളരെ ജെന്യുവനായ ഒരു വ്യക്തിയാണ്, വളരെ സിമ്പിളാണ്. ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സൂപ്പർ സ്റ്റാർ എനിക്ക് അങ്ങനെ ലാലേട്ടനോടൊപ്പം അങ്ങനെ അധികം ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. CCL കൂടെ നിന്ന് സംസാരിച്ചെങ്കിലും പക്ഷെ അങ്ങനെ ഒരു കുറേ നേരം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ ലാലേട്ടനോടൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ ഗോട്ട് ടു നോ ഹിം. ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ എങ്ങനെ ആയിരിക്കണം എന്നൊരു കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ലൈഫിനെ കുറിച്ചൊക്കെ. ആൻഡ് ഇറ്റ്സ് എ ജെന്യുവൻ പേഴ്സൺ. തീർച്ചയായിട്ടും മലയാളത്തിലും ലാലേട്ടൻ്റെ ഒപ്പം ഒരു നല്ലൊരു വേഷം, നല്ലൊരു ക്യാരക്ടർ, വില്ലനായിട്ട് തന്നെ മലയാളത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സിനിമ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അടിച്ചു പൊളിക്കണം. സനൂഷ ഈ സിനിമയിൽ എൻ്റെ ഒരു നായികയാണ്. മേ ബി അതിൻ്റെ പേരിൽ വന്നൊരു ഒരു ടോക്ക് ആയിരിക്കണം. ബട്ട് ഇറ്റ് വാസ് സാഡ്. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ എന്നെക്കാളും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആ കുട്ടിക്കാണ്. ഷീ ഗെറ്റ്സ് എ മാരേജ് പ്രപ്പോസൽ, ഇങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. സോ ഐ വാണ്ടഡ് ടു ഹാവ് എ കറക്ഷൻ ഓൺ ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കല്യാണമൊന്നുമില്ല. പിന്നെ എൻ്റെ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട്
ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ നേരിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അറിയിക്കും. സോ ജസ്റ്റ് കില്ലിങ് ഇറ്റ് അത്ര. ആടപ്പൊൻ പ്രാവേമയിൽ താരുണ്യത്തേനും തൂകി നിശാപുഷ്പഗന്ധവുമായി നീ വന്നിടുമ്പോൾ ഈ ഹാരപ്പൂമഴ പെയ്യും ഈ വെണ്ണിൻ വാടികൾ തോറും പാടുന്നു പാർവണമാകെ പൂങ്കിളികൾ ചേമന്തി ചുണ്ടത്തെ ചേലൂ. പുതിയ പ്രോജക്റ്റ് ഞാൻ ജനതാ ഗാരേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനതാ ഗാരേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ രാവുകൾ, ഷാനിൽ മുഹമ്മദ് പടം ഡയറക്റ്റ് ചെയ്ത പടം റിലീസാവും. ഞാനും ആസിഫും അജു വിനയ് ഫോട്ടോയൊക്കെ ഉണ്ട്. സോ വി പ്ലാനിങ് റിലീസ് ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിലാഷൻ ഒരു മുറയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു സിനിമയുണ്ട്, അത് മേ ബി ഓഗസ്റ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യും. അതാണ് എൻ്റെ അപ്കമിങ്. അതിൻ്റെ ടൈറ്റിലായിട്ടില്ല, ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും സംസാരിച്ചില്ല. ഒരു മുറയുടെ തന്നെ ടെക്നിക്കൽ ക്രൂ ആയിരിക്കും ഇതിൻ്റെ ബാക്കിൽ. സോ വെരി എക്സൈറ്റഡ്. നല്ലൊരു സിനിമ ആയിരിക്കുമെന്നാണ് വിശ്വാസം. ഒരു മുറി വന്ന് പാർത്ത എന്ന സിനിമ മെയ് മാസം റിലീസാവും. നിങ്ങൾ പ്ലീസ് സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഐ ബിലീവ് നല്ലൊരു സിനിമ ആയിരിക്കും. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമയിൽ കാണാത്ത ചില ക്യാരക്ടറൈസേഷൻ, അച്ഛനമ്മ, നാത്തൂൻ, ചേട്ടൻ, പിന്നെ അയൽവക്കത്തെ ചേട്ടൻ, കവല, ഒരു സുഹൃത്തുക്കൾ, അളിയന്മാർ, അമ്മാവന്മാർ, അങ്ങനത്തെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വരുന്ന കുറേ സിനിമകളിൽ കാണാറില്ല. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു എലിമെൻറ്റ്സ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ മൂവിയാണ്, റൊമാൻസ് ഉണ്ട്. സോ എല്ലാവർക്കും ഒരു ഫാമിലിക്ക് ഒരു ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, ഒരു ചെറിയ കൊച്ചു പടം. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. റിവ്യൂസ് ഇഫ് യു വാണ്ട് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഐ വിൽ ട്രൈ ടു റെസ്പോണ്ട്. താങ്ക് യു. അതായത് എൻ്റെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ സാഗർ ഇലിയാസ് ജാക്കിയിലാണ് ഞാൻ ആദ്യമായിട്ട്. ഒരു അമേസിങ് കോ സ്റ്റാർ ആണ്. ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോജക്റ്റ്, ഫൺ ആൻഡ് ജോക്സ്, അങ്ങനത്തെ ഒരു സെറ്റല്ല. സസ്പെൻസ് ഞാൻ പറയില്ല, പക്ഷെ ഒന്നിലധികം സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലെന്ന് തോന്നുന്നു, കാരണം അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ഗേൾസിന്റെ ഇടയിൽ മാത്രമല്ല ബോയ്സിന്റെ ഇടയിലും അതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലുള്ള ഒരു പ്രൊജക്റ്റിലൂടെ തുടങ്ങാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എനിക്ക് ആദ്യം കിട്ടിയ അക്സെപ്റ്റൻസ് ഡെഫിനറ്റ്ലി മിഷ്കിൻ സാറിൻ്റെയും ബാല സാറിൻ്റെ തന്നെയായിരുന്നു.